ഇന്ന് നമ്മള് ഒരു ചിക്കൻ കുക്കർ മന്തി ഉണ്ടാക്കാം. അപ്പൊ അതിന് ഞാൻ എടുത്തത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമ്പൂ, കുരുമുളക്, ജീരകം, അതുപോലെ ഏലക്ക, ബേ ലീഫ്, ഉണക്ക നാരങ്ങ, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, 2 ചിക്കൻ സ്റ്റോക്ക്, പിന്നെ 3 കപ്പ് അരി സോക്ക് ചെയ്തത്, ഒരു തക്കാളി, 2 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 ചിക്കൻ ഇന്ന് എടുത്തിട്ടുണ്ട്. കാരണം അനിയന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടില്. അപ്പോ കുക്കറിൽ ഒലിവ് ഓയിലാണ് എടുത്തത്. ഒലിവ് ഓയിൽ എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് കംപ്ലീറ്റ് ഇട്ടു. പിന്നെ ജിഞ്ചർ ഗാർലിക് ഇട്ട്, ഓണിയൻ സ്ലൈസ് ചെയ്തത് കുറച്ച് തിക്കായിട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മളെ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും 2 ചിക്കൻ്റെ സ്റ്റോക്ക് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 4 കപ്പ് വെള്ളം, 4.5 കപ്പ് വെള്ളം, 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 4.5 കപ്പ് വെള്ളം എടുത്തു. അത് തിളച്ചിട്ട് ഫസ്റ്റ് അതിലേക്ക് എന്ത് ചെയ്തു, ആ വെട്ടി വെച്ച ചിക്കനൊക്കെ അങ്ങ് ചേർത്തിട്ട് കുക്കറിന്റെ മൂടിയിട്ട് ഒരു 4 വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടിച്ച് അതെടുത്ത് മാറ്റി, ചിക്കൻ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് മാറ്റിയതിനു ശേഷം ഒരു പാനില് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത് അതിൽ ആ ഈർപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് പോയിട്ട് അരിയൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലായിട്ടെടുത്ത്, എന്നതിന് ശേഷം നേരത്തെ നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്ത വെള്ളത്തിലോട്ട് തക്കാളിയും പച്ചമുളകും അതുപോലെ നമ്മളിപ്പോൾ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം സ്ക്വയറിൽ കട്ട് ചെയ്താണ് ഞാൻ എടുത്തത്. അപ്പൊ അത് അതിലോട്ട് മൂടി വെച്ചു. കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫസ്റ്റ് വിസിൽ അടിച്ചതിന് ശേഷം സെക്കൻഡ് വിസിൽ അടിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെയിറ്റ് ഒന്ന് താഴ്ത്തി കൊടുത്ത്, എന്നിട്ട് അതിൽ സ്റ്റീം കംപ്ലീറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുക്കറിന്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ല മണം വരും, അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണം. അപ്പോഴാണ് ആ ഒരു ഈർപ്പൊക്കെ പോയിട്ട്, അതായത് ആ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ട് ചോറ് വേറിട്ട് നിൽക്കും. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചിക്കനെ ഒന്ന് മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉണക്കമുളക് ഫ്ലേക്സ്, അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്, വെള്ളത്തിലല്ല. ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത ചിക്കൻ്റെ മുകളിൽ കംപ്ലീറ്റ് പുരട്ടി കംപ്ലീറ്റ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിത് അധികം സമയം വെക്കണം എന്നൊന്നുമില്ല. അത് നമുക്ക് മാരിനേറ്റ് ചെയ്ത പാടന്നെ നമുക്കതിനെ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതൊന്ന് കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടോ എടുക്കാം. അപ്പൊ അതിന്റെ ടെക്സ്ചറൊക്കെ നല്ല രസമുണ്ടാവും. അപ്പൊ ഇതുപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രില്ല് ചെയ്തു, അതുപോലെ ഒരു പകുതി ഫ്രൈ പാനിൽ ഫ്രൈയും ചെയ്തിട്ടുണ്ട്.
ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കാണാൻ. നല്ല ഒരു പുറത്തെ സ്കിന്നൊക്കെ നല്ല ക്രിസ്പി ആയിട്ട്. ഇപ്പോൾ ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാനിൽ ഇതുപോലെ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കളർ ആക്കിയെടുക്കണം. നമ്മളൊരു ചാർക്കോള് സ്മോക്കിന് വേണ്ടിയിട്ട് വെച്ചിട്ട് അതൊന്ന് സ്മോക്ക് ചെയ്തെടുത്ത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ മന്തി കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.